നീ വിഷമിക്കരുത്. ഓക്കെ ഓക്കെ, ഞാൻ പറയാം. എനിക്കൊരു തലവേദന വരാറുണ്ടായിരുന്നേ. ആദ്യമൊക്കെ നിസ്സാരമായിട്ട് കരുതി, വല്ല ചെന്നിക്കുത്തോ മറ്റോ ആണോന്ന് കരുതി. പക്ഷേ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഡോക്ടർ ആ വൃത്തികെട്ട സത്യം എന്നോട് വെളിപ്പെടുത്തി. അത് കേൾക്കുമ്പോ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. പിടിച്ചു നിൽക്കോ? ആ, പിടിച്ചു. എനിക്ക് ട്യൂമറാണ്, ബ്രെയിൻ ട്യൂമർ. ട്യൂമർ 2 രീതിയിലുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഒന്ന് ലോങ് ടൈം വാലിഡിറ്റി ഉള്ളതും മറ്റൊന്ന് ഷോർട്ട് ടൈം വാലിഡിറ്റി ഉള്ളതും. എന്റെ കഷ്ടകാലത്തിൽ എനിക്ക് ഷോർട്ട് ടൈം വാലിഡിറ്റി ഉള്ള ട്യൂമറാണ്. മരണം കാത്തു കഴിയുന്ന ഞാൻ എങ്ങനെ നിന്നെ വിവാഹം കഴിക്കും? എനിക്കതിനെങ്ങനെ സാധിക്കും? ഹലോ ഹലോ ഹലോ, അങ്ങനെ അത് കട്ടായി. ഞാൻ ആരാ മോൻ? മോനെ ടോണി. എടാ ടോണി, ഇത്ര വലിയ കുഴപ്പമുണ്ടായിട്ടും നീ അത് മനസ്സിൽ ഒളിപ്പിച്ച് നടന്നു അല്ലേ? ഇനി റോയ്ച്ചനും പിള്ളേർക്കും ആരാടാ ഉള്ളത്? നിന്നെ കണ്ട് കൊതി തീർന്നില്ല. അപ്പോഴേക്ക് ഈ ദൈവങ്ങൾക്ക് അസൂയായോ? മിണ്ടാതിരുന്നില്ലെങ്കിൽ നിന്റെ കണ്ണി അടിച്ചു പൊളിക്കും. ടോണി, മരിക്കാൻ നിൽക്കുമ്പോഴാണോ നിന്റെ ധിക്കാരം? നീ മരിച്ചു കഴിഞ്ഞാ നിനക്ക് വേണ്ടി കരയാൻ ഞാനെങ്കിലും ബാക്കി വേണ്ടേ? ഓ എടാ പൊട്ട, ഞാനതൊരു സെറ്റപ്പിന് ഒഴിവാക്കാൻ വേണ്ടി കള്ളം പറഞ്ഞതാ. ഛേ, വെറുതെ കുറെ കരഞ്ഞു. ഇനി ഞാൻ പല നമ്പരുമായിട്ട് ഇവിടെ കറങ്ങി നടക്കുമ്പോ എന്റെ പുറകെ വേണ്ടാത്ത റിയാക്ഷനുമായിട്ട് വന്ന നിന്റെ മോന്ത ഞാൻ അടിച്ചു പൊളിക്കും. ഇല്ല, ഞാൻ വരുന്നില്ല. വരാതിരുന്നാ നിനക്ക് കൊള്ളാം. നീ നിന്റെ ബുദ്ധിയോട് പറഞ്ഞു കൊടുക്കണം, എനിക്കൊരു നടനാകാനുള്ളതാണ്. കഴിവ് കുറച്ച് കുറഞ്ഞു പോയാലും മുഖമാണ് ഇമ്പോർട്ടന്റ്. മനസ്സിലായ? ആ, നീ പൊക്കോ, എനിക്കൊരു കോള് വരുന്നുണ്ട്. കുറച്ച് ക്യാൻസർ വിഷയങ്ങൾ ഡീൽ ചെയ്യാൻ. ഓക്കെ നാൻസി, നീ വിഷമിക്കരുത്. ഞാൻ ആ സത്യം പറയാൻ പോവുകയാണ്. എത്ര ബോൾഡായാലും പെണ്ണ് പെണ്ണ് തന്നെയാ, അറിയോ? നീ ഉദ്ദേശിക്കുന്ന മാതിരി ഒരു പെണ്ണല്ല അവള്. പിന്നെന്താ, അവൾക്ക് 10 തലയുണ്ടാ. എടാ, നീ ഇതുവരെ വളച്ച പോലെ അല്ലത്. ഇത് അത്യാവശ്യം സ്ട്രോങ്ങാ. അവള് സ്ട്രോങ് ആണെ ഞാൻ ഡബിൾ സ്ട്രോങ് ആടാ. ഇത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ എങ്ങനെയാ അവളായിട്ടൊന്ന് മുട്ടുന്നേ? പറയാം. അവൾ അവിടെ നിന്ന് നിന്നെ ഗെറ്റ് ഔട്ട് അടിച്ചതല്ലേ? ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. അപ്പൊ ആദ്യത്തെ വർക്ക് അവളെ കോഫി ഷോപ്പിൽ കൊണ്ടുവരണം. അത് നടക്കുവോ? നടക്കും. അതിനാദ്യം നീ അവളുടെ ഫോൺ നമ്പർ എങ്ങെടുക്കും. ഒരു പെണ്ണിന്റെ നമ്പർ എങ്ങനെ ഇവനെ പോലത്തെ ഒരുത്തിന് കൊടുക്കുന്നേ? ലക്ഷ്യല്ലേ പ്രധാനം. നീ എന്താ നെറ്റിൽ സെർച്ച് ചെയ്യണോ? അല്ല, കൈ വരച്ചിട്ടാ. എന്താ അവളുടെ പേര്? നേഹാന്നാ പേര്. നീ എങ്ങനെയൊക്കെ വളയ്ക്കാൻ നോക്കടാ, നിന്നെ കൊണ്ട് പറ്റൂത്. കാമോണ്ട. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോ ഒന്ന് ലീവ് എടുത്തേ ഉള്ളൂ. കോഫി ഷോപ്പ് ഉണ്ട്. ഓക്കേടാ, ബൈ, ടേക്ക് കെയർ. നിനക്കറിയില്ലേ ജൂലി, എന്റെ ക്ലാസ്മേറ്റ്? അവളാ വിളിച്ചത്. അവള് സ്റ്റേറ്റ്സിലാ. അടുത്ത ദിവസം കോഫി ഷോപ്പ് കാണാൻ വരുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ആഹാ, ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഓഹോ സാറാ, ഞാൻ ഇതൊന്ന് വായിച്ചോട്ടെ. ഈ ഫിറ്റ്നസ് ടിപ്സ് ഒക്കെ എനിക്ക് നാളെ ജിമ്മിൽ പറഞ്ഞു കൊടുക്കാനുള്ളതാ. എപ്പോഴും എങ്ങനെയാ കിച്ചണിൽ എന്തെങ്കിലും കാര്യമുള്ള ദിവസം ഇങ്ങനെ ബുക്ക് വായിച്ചു വന്നിരിക്കും. ഇന്ന് എല്ലാരും ഒരുമിച്ചാ ലഞ്ച് എന്നുള്ള കാര്യം നീ മറന്നോ? ഓ സാറാ, ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ദേ, ഒരു പരിധി വരെയുള്ള മടിയൊക്കെ ഓക്കെ. ഇതെന്തൊരു മടിയാത്? നിനക്ക് കുക്കിംഗ് അറിഞ്ഞുണ്ടെങ്കിൽ എന്നെ കിച്ചണിൽ വന്നൊന്ന് ഹെൽപ്പ് ചെയ്യാലോ അല്ലേ? ഹയ്യടാ, നീ എന്താ വിചാരിച്ച എനിക്ക് കുക്കിംഗ് അറിയില്ലെന്നോ? എന്റെ അറിവ് നീ ഇതുവരെ ഒരു സാധനം ഇവിടെ കുക്ക് ചെയ്തിട്ടില്ല. ആഹാ, 2 ദിവസം മുമ്പ് ഞാൻ ഉണ്ടാക്കിയ നൂഡിൽസ് നിങ്ങൾ എല്ലാരും കഴിച്ചല്ലോ. അത് ആരുണ്ടാക്കിയതാ? ആ, അതിന്റെ വിശേഷം പിറ്റേന്ന് എല്ലാവരും അറിഞ്ഞതാണല്ലോ. എടി, കുട്ടികളുണ്ടാക്കുന്ന നൂഡിൽസിന്റെ കാര്യം പറയാൻ നിനക്ക് നാണമുണ്ടോ? അല്ലെങ്കിലും ഇങ്ങനെയാ. അന്നാള് കുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പം 2 ദിവസം മുമ്പ് പപ്പടം കച്ച കഥ പറഞ്ഞ എസ്കേപ്പ് ആയ ആളാണ്. അല്ല, അറിയാമെങ്കിൽ ചോദിക്കുക, നിനക്ക് കുക്കിംഗ് അറിയോ? സി സാറാ, നീ ഷെഫ്സിനെ കണ്ടിട്ടില്ലേ? അവർ ഒട്ടും ഹെൽത്ത് കോൺഷ്യസ് അല്ല.
24/7 കിച്ചണിലും എക്സ്പെരിമെന്റ് ചെയ്തോണ്ടും തിന്നോണ്ടും ഒക്കെ ഇരിക്കും. അതിന് റിസൾട്ട് എന്താ? തടിച്ച് വീർത്ത് നീ കണ്ടിട്ടില്ലേ? അതാണ് എനിക്ക് കുക്കിങ്ങിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത. ഓ, പിന്നെ ഞാൻ എക്സ്പേർട്ട് മീൻകറിയുടെ കാര്യത്തിലാ. മീൻകറിയോ? ആ, നീ എന്റെ കൈ കൊണ്ട് മീൻകറി കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല. അതാണ്. അപ്പൊ മോള് ചെല്ല് കിച്ചണിലേക്ക്. വലുതും ഉണ്ടാക്കാൻ നോക്കൂ. ഉച്ചയ്ക്ക് അവരൊക്കെ വരത്തില്ലേ? അയ്യടാ, ഇന്ന് ഫുഡ് നിന്റെ കൈ ഉണ്ടായിരിക്കും. നിനക്ക് മീൻകറി ഉണ്ടാക്കാൻ അറിയാലോ. മോള് വന്നേ 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 വന്നേ. ഫ്രിഡ്ജില് മീനുണ്ട്, നമുക്ക് മീൻകറി ഉണ്ടാക്കാം. എന്നിട്ട് എന്താവാൻ? ഞാൻ കുറെ നമ്പർ അടിച്ചു, അവൾ ഫ്ലാറ്റ്. എന്ത് നമ്പറാ നീ അടിച്ചേ? ഒന്നുമില്ലടാ, ഒരു ചാരിറ്റി ഹോമിന്റെ ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അവൾ 2 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും. ആണോ? എന്നാ ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, നീ എത്ര പെട്ടെന്ന് വരണമെന്നൊന്നുമില്ല. പോയ കാര്യമൊക്കെ സമയമെടുത്ത് ശരിയാക്കിയിട്ട് പതിയെ വന്നാൽ മതി. നേഹയ്ക്ക് ഇന്ന് കുറേ സ്നേഹം കൊടുക്കണം. പക്ഷെ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാ. ശരി, ഓക്കെ, ബൈ. ടോണിക്കുട്ട, നിനക്കിന്ന് വിശ്രമമില്ല. നേഹ വരുന്നതിന് മുമ്പ് കുറച്ച് ഓവർ ടൈം. ഹായ്, ഗുഡ് മോർണിംഗ്. യാ മോനെ, എന്താ ഇവിടെ? ഞാൻ മിനിയല്ലേ? അതെ മിനിയാ. അല്ല, മിനിയല്ല. വെറുതെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. തനിക്കെന്താ വേണ്ടേ? തന്നെ അവിടെ ഇരുന്ന് വെറുതെ ബോറടിച്ചപ്പോ തന്നെ വന്നൊന്ന് പരിചയപ്പെടാന്ന് കരുതി. ഹായ്, ഐ ആം ടോണി. എണീക്കടോ. എനിക്ക് തന്നെ പരിചയപ്പെടണ്ടെങ്കിലോ? രാവിലെ തന്നെ അറിയിക്കോളും ഓരോരുത്തന്മാര്. ഇഡിയറ്റ്സ്. ബുദ്ധിമുട്ടിച്ചെങ്കിൽ ക്ഷമിക്കണം. കുട്ടിയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഞാൻ മുൻ ജന്മത്തിൽ ചെയ്ത ഏതോ പാപത്തിന്റെ അനന്തരഫലമാണ് കുട്ടിയെന്ന്. ഊഹം തെറ്റിയില്ല. കാര്യം സമാധാനിക്ക് ടോണി, നീ ടെൻഷൻ ആവരുത്. നിനക്കതിന് കഴിയും. ഓക്കെ ഓക്കെ. റോയ്, എന്താ ഇവിടെ? ഒരാളെ കാണാനുണ്ടായിരുന്നു. ഇതെന്താ ഒറ്റയ്ക്കാണോ? കൂടെ ആരും ഇല്ലേ? ഇല്ല. നേരെ ഫ്ലാറ്റിലേക്കാണോ? എന്താ ദേവേട്ടൻ പോയിരുന്നോ? ആ, നമുക്ക് വണ്ടി കിടക്കുന്ന കാണുന്നില്ലേ നീയെ? ആ റോയ്, നിന്നെ കാണുമ്പോഴൊക്കെ ഒരു കാര്യം ചോദിക്കാന്ന് വിചാരിക്കും, പക്ഷെ മറന്നു പോവും. എന്നാ ദേവേട്ടൻ ഇന്ന് മറക്കണ്ട, ചോദിച്ചോളൂ. മോനെ, നീ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് പോലും പറ്റാത്തൊരു കാര്യം ആയതുകൊണ്ട് ചോദിക്കാം. ചുമ്മാ ചോദിക്കണം ദേവേട്ട. അല്ല, ഈ പ്രായമായ 2 പെൺപിള്ളേരെ അപ്പുറത്തെ മുറി കിടത്തി ഉറക്കിയിട്ട് നിനക്ക് ഇപ്പുറത്തെ മുറിയിൽ എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുന്നടാ എൻ്റെ റോയി? ദേവേട്ടൻ ഉദ്ദേശിച്ചത് അത് തന്നെ, ഈ കൺട്രോളേ. അതെങ്ങനെ കിട്ടുന്നടാ നിനക്ക്? ഓ, അതാണോ? അത് വലിയ പാടാ ദേവേട്ട. ഈ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാന്നുള്ളത് നട്ടലുള്ള ആണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമുള്ള ദേവേട്ട. പിന്നെ അവരുടെ അച്ചായനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് അറിയാം. ഒരു 2 വർഷം പിന്നുള്ള എന്നോടാ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചെങ്കിൽ നിവർന്ന് പിന്നൊന്ന് സംസാരിക്കാനേ ദേവേട്ടനെ. പിന്നെ ഇനി നമ്മൾ തമ്മിലുള്ള സംസാരത്തിനിടയിൽ ഇത് വരാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചേക്കണ ദേവേട്ട. വരട്ടെ. അപ്പൊ റോയ്, എല്ലാം പറഞ്ഞ പോലെ. കൊള്ളാലോ, ടോണി കണ്ടില്ലേ? ആ, ഇവിടെ ഉണ്ടായിരുന്നു. അവള് വന്നോടാ? അതിന് സമയമായിട്ടില്ലല്ലോ. ശേ, എന്തായി കുട്ടി ഇങ്ങനെ? അവളുടെ മുഖം കണ്ട ഇങ്ങനെയാണെന്നേ തോന്നില്ല. ആ, അത് പോട്ടെ, നീ കാപ്പി എടുക്ക്. വേണ്ട, ഭയങ്കര ടെൻഷനാ. കോഫി ഒന്നും വേണ്ട. അയ്യടാ, നിനക്കല്ല, ഇതായിരിക്കുന്ന പെങ്കൊച്ചിനാ. അതാരാ?
കസ്റ്റമറാ. ഓ, നീ എനകം കൊടുത്താ പോരെ? എടാ, എന്നെ കണ്ട ഒരു വേറെ ലുക്കൊന്നുമില്ല. നീ ആവുമ്പോ കറക്റ്റാ. ടിപ്പും കിട്ടും. ചെല്, എടുത്തോ, പോ. കൊടുത്തിട്ട് വരാട്ടാ. ചായ കാപ്പിയല്ലേ? ടിഷ്യൂ. താങ്ക് യു. അയ്യോ ദൈവമേ, എടാ ഇത് അവളാ, എവള്? ഡയറക്ടർ നേഹ. അയ്യോ, ഇവളെന്താടാ നേരത്തെ വന്നത്? ഏതായാലും വന്നല്ലേ, ചെല്ലളിയാ, ചെന്നിട്ട് കാണിച്ചു തന്നെ എന്റെ കഴിവ്. കാണിക്കാം, പക്ഷെ അതിന് കുറച്ച് സമയം വേണ്ടി വരും. അവള് പോകുന്നവരെ വേണ്ടി വരുമോ? അത്രയും വേണ്ടി വരില്ല. എടാ നിനക്കെന്തിനാ ടൈം? ഞങ്ങളെപ്പോലുള്ളവർക്കല്ലേ ടൈമൊക്കെ വേണ്ടത്. നീ ഈ കാര്യത്തിൽ എക്സ്പെർട്ട് അല്ലേ? നീ എന്താ ടോണി ഡൗൺ ആവുന്നേ? നിനക്ക് വല്ല അസുഖമുണ്ടോ? ആ പഴയ ടോണി എവിടെ? വിളിച്ചുണർത്താ ടോണിയെ. വിളിച്ചുണർത്തിയിട്ട് എന്തിനാ? റേപ്പ് ചെയ്യാനാ? അവൻ ഭീമാകാരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. ഞാനോട് നടക്കട്ടെ. നിന്ന് സെൽഫ് ബിൽഡപ്പ് കളിക്കണ്ട. ചെല്ലടാ, ചെന്ന് വളക്കടാ. ഞാൻ പോരും. ചെല്ലടാ, ചെല്ലടാ, ചെല്ല്, ചെല്ല്, ചെല്ലടാ, അമ്മേ. എന്നെ മനസ്സിലായില്ലല്ലോ അല്ലേ? താനോ? താനെന്താ ഇവിടെ? അല്ലെങ്കിൽ വേണ്ട. തനിക്കെന്താ വേണ്ടത്? താങ്ക്സ് മാഡം. എല്ലാം മറന്നൊന്ന് ചോദിച്ചല്ലോ. എനിക്കൊരു ചാൻസ് മതി മാഡം. ഓഹോ, രണ്ടുപേരും ഫ്രണ്ട്സ് ആണല്ലേ? നിങ്ങൾ ഒത്തോണ്ടുള്ള പണിയായിരുന്നല്ലേ ഇത്? സത്യം പറ, നിങ്ങൾ ആരാ എന്നെ വിളിച്ചത്? ചിക്ക് കൊള്ളാല്ല. നീ ഏതാടി വേണേ? വേണ്ട. മാറിക്കട. അവള് വന്നപ്പോ തുടങ്ങിയതാ. ആദ്യം എന്നോട് എണീക്കാൻ പറഞ്ഞു. ഇപ്പൊ ഇവനാരാണോ? തൊലഞ്ഞു. നീ ആരാടി? ദേ, എന്നെ നീന്ന് വിളിച്ചാലുണ്ടല്ലോ, ഞാൻ തിരിച്ചും വിളിക്കും. എന്നെ അങ്ങനെ പലതും വിളിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഗേൾസ്. എടാ, നിന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. വളയുന്ന പെണ്ണുങ്ങളെ നീ കണ്ടിട്ടുള്ളൂ, നേഹയെ നിനക്കറിയില്ല. മോനെ, നീ വിളവ് പഠിച്ച കോളേജിലെ പ്രിൻസിപ്പാളാണ്. ആ കോളേജേ എന്റെ തറവാട്ട് സ്വത്താ. എന്റെ കുടുംബത്തിൽ നിന്നാടി നിനക്ക് മാസാമാസം ശമ്പളം എത്തുന്നോണ്ടിരിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് അവൾ എന്നോട് തന്നെ അഹങ്കാരം പറഞ്ഞോണ്ടിരിക്കുന്നു. കൂടുതൽ കളിച്ചാണ്ടല്ല എന്റെ സ്ഥാപനത്തിൽ നിന്ന് എന്നെ പിരിച്ചു വിട്ടളയും. തിരിച്ചു വിട്ടളേ. പിന്നല്ല. എന്തിവിടെ പ്രശ്നം? ആരത്? ഫ്രണ്ടാന്ന് മാത്രം പറയരുത്. കേട്ട് കേട്ട് മടുത്തു. അതുകൊണ്ടാ. ഫ്രണ്ട് ഒന്നല്ല, ഇവന്റെ പഴയൊരു സ്ഥാപനത്തിലെ പ്രിൻസിപ്പളാ. പ്രിൻസിപ്പലാ? അല്ലേ? എന്തത്? ഹൈ, എന്താ പ്രശ്നം? താനാരാ? ആ, ഇത് തന്നെ പ്രശ്നം. ഇവിടെ വന്നപ്പോ മുതൽ തുടങ്ങിയതാ. ഞങ്ങളൊക്കെ ആരാണ്, ഇവിടെ വരുന്നവരൊക്കെ ആരാണെന്ന് നമുക്ക് അറിയണം. ഇവിടെ ഞാൻ പോയെ, നിങ്ങൾ രണ്ടും പോയെ. നീ എന്താ എന്നോട് പറയാണ്ടിരുന്നേ? എന്തോന്ന്? അവള് നിന്റെ ശമ്പളക്കാരിയായിരുന്ന കാര്യം. ഉഫ്, എടാ നീ മണ്ടനായിട്ട് ജീവിക്കുകയാണ് അതോ മണ്ടത്തരം പറഞ്ഞ് ആസ്വദിക്കുകയാണ്? അവള് നിന്റെ ശമ്പളക്കാരിയല്ലേ? ഓ, ഇവന്റെ എന്നാലും എന്തായിരിക്കും അവർ സംസാരിക്കുന്നത്? എന്താണോ എന്തോ. എന്തായാലും റോയ്ച്ചൻ കൊള്ളാം. എത്ര വേഗം അവളെ ട്രാക്കിലാക്കി. ഏയ്, ട്രാക്കിലാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. റോഹിച്ചിനെ കൊണ്ട് എന്തിനു കൊള്ളാം? ഉപദേശമായിരിക്കും. നിനക്ക് നല്ല വിഷമുണ്ടാവും എനിക്കറിയാം. എനിക്കാ? എന്തിന്? അല്ല, അനിയൻ കളിക്കാൻ വിചാരിച്ച ഗ്രൗണ്ടില് ചേട്ടൻ ഗോൾ അടിക്കുമ്പോ ആരും തകർന്നു പോവും. പോടാ അവിടെ നിന്ന്. എനിക്ക് വിഷമമൊന്നുമില്ല. വൈകുന്നേരം 5 മണിക്ക് ശാന്തി വരും. ഞാൻ അതുകൊണ്ട് മാനേജ് ചെയ്തോളാം. ശാന്തി വരണമെങ്കിൽ ഇപ്പൊ വരണം. ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേ ശാന്തി വന്നിട്ട് കാര്യമുള്ളൂ. ശാന്തിയാ? നീ ഏത് ശാന്തിയുടെ കാര്യം പറയുന്നത്? ശാന്തി സമാധാനത്തിന്റെ ശാന്തിയല്ല, എന്റെ ഗേൾ ഫ്രണ്ട് ശാന്തി. എന്തായാലും നിന്റെ കാര്യം പോക്കാം. നേഹ ഇനി നിന്നെ അടുപ്പിക്കത്തില്ല. അവിടെ നിനക്ക് തെറ്റി. റോയ്ച്ചൻ അവളെ വളച്ചാ പിന്നെ സംഗതി എളുപ്പമായി. എന്റെ ചാൻസ് റോയ്ച്ചൻ വാങ്ങിച്ചരും. ഒരു മീഡിയം ബഡ്ജറ്റിൽ ചെറിയൊരു ആഡ് ചെയ്യാൻ എന്ത് റേറ്റ് വരും? റേറ്റിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. റോയ് നാളെ ഓഫീസിലോട്ട് വരും. എന്റെ കയ്യിലുണ്ട് 2-3 നല്ല നല്ല കോൺസെപ്റ്റ്സ് ഉണ്ട്. നമുക്ക് അതിന് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. എന്താ? ഇഷ്ടപ്പെട്ട തന്നെ കിട്ടണം. കിട്ടും. റോയ്ച്ചിന് ഇഷ്ടപ്പെട്ടത് തന്നെ കിട്ടും. എന്താ നേഹ വിളിച്ചത്? സോറി, അറിയാതെ. അയ്യോ, ഒരു കുഴപ്പമില്ല. വിളിച്ചോ, ഇനിയും വിളിച്ചോ. അല്ല, റോഹിച്ച് എന്നെ വിളിച്ചായിരുന്ന? എന്താടാ തെണ്ടി, ഇവളെ വളച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? നീ എന്താണ് എന്നെ കുറിച്ച് കരുതിയത്? ഫ്ലേട്ടിൽ നിനക്കൊക്കെ മാത്രം സൈസ് ആവുന്ന പണിയാന്നോ? തെറ്റിപ്പോയി മോനെ.
എന്റെ റോയിച്ച തനിക്ക് നാണമില്ലടോ കണ്ട പെൺപിള്ളേരെ വളയ്ക്കാൻ. കഷ്ടപ്പെട്ട് ഓവർ ടൈമും ഹാർഡ് വർക്കും ചെയ്ത് ഒരു ലൈൻ വലിച്ചുകൊണ്ട് വരുമ്പോ അതിനിടയിൽ കയറി എന്തിനാ റോയിച്ച വെറുതെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്? എക്സ്ക്യൂസ് മീ, യെസ് നേഹ. ഇതാരാ? ഇത് ഇവൻ പിന്നെ എൻ്റെ അനിയന ബ്രദർ. അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പൊ ഇതോ? ഓ ഇതും വന്നോ? ഇവൻ പിന്നെ ഞങ്ങളുടെ അതിനങ്ങനെ പ്രത്യേകിച്ച് പോസ്റ്റ് ഒന്നുമില്ല. ഇവൻ പിന്നെ എൻ്റെ ആരുമല്ല. ഡാ ആനന്ദേ, നീ കരയല്ലടാ. നേഹ, ഇതും എൻ്റെ ഒരു അനിയനാണ്. ആളൊരു കലാകാരനാണ്. സിനിമയില് ചാൻസ് ചോദിച്ചിടകളാണ് പ്രധാന പണി. എനിക്കറിയാം, എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഓഹോ, ഇപ്പൊ ഉറപ്പിച്ചാണല്ലോ. ഷുവർ. ആളൊരു പാവോ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു കൊടുക്കണം. തീർച്ചയായും. അപ്പൊ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്നോട് മാത്രമായിട്ടൊരു പടക്കം വേണോ? ഇറ്റ്സ് ഓക്കെ ടോണി, ജസ്റ്റ് ലീവ്. അപ്പൊ നേഹ, നമ്മളെ ആഡ് ചെയ്യുന്നു. ഓക്കെ, തീർച്ചയായും. താങ്ക് യു സോ മച്ച്. എനിക്കൊരൊറ്റ കണ്ടീഷനുള്ളൂ. കൺസെപ്റ്റ് വരുമ്പോ ദേ ഇവനെയും കൂടി മോഡലായിട്ട് ഉൾപ്പെടുത്തണം. അത്രേ ഉള്ളൂ. ഓ ഷുവർ. നിന്റെ അഭിനയ ജീവിതത്തിന് ഇതൊരു തുടക്കമാട്ടെ. എടാ ടോണി, എനിക്കിപ്പോ നിന്നോട് അസൂയ തോന്നുന്നു. ഇതുപോലൊരു ഏട്ടനെ ഞങ്ങൾക്കാർക്കും ദൈവം തന്നില്ലല്ലോടാ. എടാ, ദൈവത്തിന് ചിലപ്പോൾ മാത്രം പറ്റുന്നൊരു അബദ്ധാടാ. സർപ്രൈസ് ഉണ്ട്. ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് സർപ്രൈസ് സർപ്രൈസ്. സർപ്രൈസ് ഉണ്ട്. ഒന്നുകൂടി. എന്താ സർപ്രൈസ്? അത് വേണ്ട, നിങ്ങൾ ആദ്യം പറ. ലേഡീസ് ഫസ്റ്റ് ആണല്ലോ. അതാ പറഞ്ഞ നിങ്ങൾ പറയുന്നത്. വേണ്ട, നിങ്ങൾ പറ. എന്താ വേണ്ടി നമുക്കും പറയണ്ട. എന്നാ ശരി, ആരും ആരോടൊന്നും പറയുന്നില്ല. എടാ ടോണി, കോഫി ഷോപ്പിന് നമ്മൾ പരസ്യം ചെയ്യുന്ന കാര്യം, ഞാൻ അതിൽ അഭിനയിക്കുന്ന കാര്യം ഷൂട്ടിങ്ങിനെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത് നേരത്തെ പറഞ്ഞു തൊലച്ചു. മണ്ടൻ ഞാൻ തന്നെ. ഇതാണ് ഞങ്ങളുടെ സർപ്രൈസ്. ഇനി പറ, എന്താ നിങ്ങളുടെ സർപ്രൈസ്? പാറു ഇന്ന് മീൻകറി ഉണ്ടാക്കുന്നു. എന്താടി അമ്മമാര് പോകുന്നു?